പ്രായത്തിൽ ഇനി എനിക്ക് കല്യാണമോ? ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കൃഷ്ണനായർ സാറും കേട്ടിരിക്കുകയായിരുന്നല്ലോ. ഗവൺമെന്റും പ്രായമോ മറ്റായോ? ഇല്ലല്ലോ. അവർക്കും അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല. നല്ല തങ്കപ്പെട്ട സ്വഭാവം. അല്ല, സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? കല്യാണം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കഴിക്കുമായിരുന്നില്ലേ? അന്ന് അച്ഛൻ കല്യാണം കഴിക്കായിരുന്നത് ഞങ്ങളുടെ നന്മയെ ഓർത്തിട്ടായിരുന്നു. ഇപ്പൊ അവര് വളർന്നില്ലേ ഗോവിന്ദൻകുട്ടിയെ? അത് തന്നെയുമല്ല, അച്ഛൻ ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന് പറയുന്നതും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. നിന്റെ ഈ കല്യാണം നടന്നാൽ ഉണ്ണിയുടെ കല്യാണം നടത്താൻ വല്ല വിഷമമുണ്ടോ? 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു റുപ്യ പോലെയല്ലേ? മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമായിട്ട് അങ്ങോട്ട് കണക്കാക്കുക. ഗോവിന്ദൻകുട്ടി, താൻ ആദ്യം ആ കാഷായ വസ്ത്രമൊക്കെ കൊണ്ട് അഴിച്ചു കളയാ. രാവിലെ ഒരു ദോശ കുറച്ച് കഴിക്കാൻ വന്ന ഈ അച്ഛൻ കേൾക്കത്തില്ല. ഇപ്പൊ പാന്റ് എത്ര ദോശ വലിച്ചു കയറുന്ന രാവിലെ. അയ്യോ, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒന്ന് വേഗം അങ്ങനെ തല തല. നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. താങ്ക് യു. അങ്ങോട്ടിരുന്നാട്ടെ. പോയി കാപ്പി വിവരങ്ങളൊക്കെ സ്വാമി പറഞ്ഞു. ഇതിൽ കൂടുതലൊരു സന്തോഷം ഉണ്ടാവാനില്ല. മാഡം കാപ്പി. മാഡം എന്തിനാ വിളിക്കുന്നത്? അമ്മയെന്ന് വിളിക്കൂ. ആളെനക്കം ഇല്ലാതെ വീർപ്പ് മുട്ടി കഴിയായിരുന്നു ഇവിടെ. എനിക്ക് എത്ര സന്തോഷമായെന്നറിയാമോ? ഇനി എല്ലാരും ഇവിടെ തന്നെ താമസിക്കണം. ഈ അടുക്കളപ്പണിയിൽ നിന്നും അറ്റാ ഗ്ലാസ് എനിക്കൊരു മോചനം കിട്ടുകയാണല്ലോ. എന്റെ കാര്യം 1,00,000 രൂപയുടെ കാര്യമല്ലേ മോനെ? എനിക്കെല്ലാം അറിയാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഒരു പ്രശ്നവുമില്ല. ഒന്നല്ല 2,00,000 രൂപ. ഇപ്പോഴോ? ചേച്ചി, നീ കൊട്ടി എല്ലാ താളത്തിനും ഒരു തുള്ളി. ഇനിയും തടസ്സം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മട്ട് മാറും. ചേച്ചി പറയുന്നത് എന്തോ അനുസരിക്കാൻ തയ്യാറായി നിൽക്കല്ലേ ഉണ്ണേട്ടൻ. ഇതിൽ കൂടുതൽ ഇനി ചേച്ചിക്ക് എന്താ വേണ്ടത്? എല്ലാരും കൂടി എന്നെ ട്രാപ്പ് ചെയ്യുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അയാളെ വേണ്ട. എന്താടി അയാൾക്കൊരു കുറവ്? ചേച്ചിക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചേച്ചിക്കറിയൂ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ ജീവിതം കൂടിയാ തകരുക. രാജുവിന്റെ വിവാഹം കഴിക്കണമെങ്കിൽ ഇത് നടന്നേ തീരൂ. എനിക്ക് വേണ്ടിയെങ്കിലും എന്റെ ചേച്ചി ഈ പിടിവാശൊന്നും മാറ്റില്ലേ? ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി എന്തൊക്കെ പങ്കപ്പാടാ പെട്ടത്, എന്തൊക്കെ കളിയാ കളിച്ചത്. എങ്കിൽ തന്നെ എന്താ, ഒടുവിൽ നേടിയെടുത്തല്ലോ.
എന്താ ഇങ്ങനെ? എന്നെ കളിപ്പിക്കാൻ വേണ്ടി ദേഷ്യം അഭിനയിക്കാണല്ലേ? ഇത്രയും നാളോട്ട് കളിപ്പിച്ചത് പോരെ? ഒന്നിങ്ങോട്ട് നോക്കി. എന്താ രോഹിണി ഇത്? ഒന്നിങ്ങോട്ട് നോക്കിയേ. നോക്കാൻ പറഞ്ഞ ഇങ്ങനെയാണോ നോക്കുന്നേ? എടുത്തു കയറ്റി മുഖം വീർപ്പിച്ച് ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോ ഒരു ഇതൊക്കെ വേണ്ടേ? നേരമാണെങ്കിൽ ഇതാന്ന് പറയുന്നതിന് മുമ്പ് വെളുക്കും. രോഹിണി വാ. ലുക്ക് ഹിയർ, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എന്റെ ഭർത്താവാണ്, ബട്ട് അത് അവരുടെ മുന്നിൽ മാത്രം മതി. എന്തൊക്കെയാ രോഹിണി നീ പറയുന്നേ? മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രോ? നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചാൽ? Stop it. വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. അന്തസ്സ് നിലനിർത്തണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഭാവിക്കാം, ബട്ട് നത്തിങ് മോർ. മനസ്സുകൊണ്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഒരു കാലത്തും എന്നെ കൊണ്ടാവില്ല. രോഹിണി നീ ഇനഫ്, കൂടുതലൊന്നും പറയണ്ട. എനിക്കൊന്ന് ഉറങ്ങണം. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ കിടക്കൂ, ഞാൻ പുറത്തു പോവാം. അല്ലെങ്കിൽ പോകൂ. എന്താ ചേട്ടാ ഇത്? രോഹിണി ചെയ്ത് കണ്ടോ? എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉറുമിള രാജുവിനോട് ഇറങ്ങി പോവാൻ പറയണില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ പറയാ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്ര. നീയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്നും കാത്തിരിക്കാൻ വയ്യ, ഉടനെ കല്യാണം നടത്തണമെന്ന് നോക്ക്. എന്നിട്ട് ഒടുവില് ഇങ്ങനെയൊക്കെ പെരുമാറുക. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. എങ്ങനെയും ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി ചേച്ചി ചേട്ടനെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ചേട്ടനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ കത്തയക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തത് ഞങ്ങളായിരുന്നു. സത്യമായിട്ടും രോഹിണി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല? ഇല്ല. ഇഷ്ടമായിരുന്നില്ല പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ച്? എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു, ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രം. ഇതുവരെ എന്നോട് ഇഷ്ടമില്ലായിരുന്നു. നോക്കിക്കോ ഞാൻ അവളെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന്. ഈ ചുമതലകളൊക്കെ വീതിച്ച് കൊടുക്കണോ മോളെ? വേണോ അച്ഛാ? ഒറ്റയ്ക്ക് എല്ലാം കൂടി നോക്കി ഞാൻ തളർന്നു. ഇനി ഇവരാകട്ടെ. ഇവർക്കും ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ആവുമല്ലോ. മദ്രാസിലെ യൂണിറ്റ് ഉണ്ണി നോക്കട്ടെ. കോഴിക്കോടുള്ളത് രാജു. രണ്ടിടത്തും താമസിക്കാൻ ബംഗ്ലാവുകളും ഉണ്ട്. മോളുടെ ഇഷ്ടം പോലെ. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ ഹെഡ് ക്ലാർക്ക് സ്വാമി നോക്കിക്കൊള്ളു. ഞങ്ങളിനി ഒരു ഓവറോൾ സൂപ്പർവിഷൻ മാത്രം. നമസ്കാരം. ആ പെട്ടി എടുത്തോളൂ.